यीशु मसीह ओ महिमा तेरी गाए आसमान गाए जमीन तुमसा कोई नहीं तुमसा कोई नहीं तुमसा कोई नहीं अब है पूरा यकीन तुमसा कोई नहीं तुमसा कोई नहीं तुमसा कहीं नहीं अब है पूरा यकीन तुमसा कोई नहीं यीशु यीशु मसीह ओ महिमा तेरी गाए आसमान गाए जमीन यीशु मसीह हो महिमा तेरे गाए आसमान गाए जमीन तुमसा कोई नहीं तुमसा कहीं नहीं अब है पूरा यकीन तुमसा कोई नहीं अंधेरों में तू रोशनी है तू ही मंजिल तू रास्ता भी है तू है जहां न कुछ कभी है तेरा ही नाम जिंदगी है हालेलुया ಮುಟ್ಟು ಮಾಡೋ ಎಲ್ಲ ನಾವು ಮಾಡಿಡು ಯೇಸು ಮಾತ್ರ ಎಲ್ಲ ಮುಟ್ಟು ಮಾಡೋ ಎಲ್ಲ ಮುಟ್ಟು ಮಾಡೋ ಎಲ್ಲ ನಾವು ಮಾಡಿಡೋ ಯೇಸು ಮಾತ್ರ ಕರ್ತಾವೆ every knee shall bow every knee shall bow every tongue confess that Jesus Christ is Lord
Every knee shall, every tongue that Jesus Christ is Lord. കർത്തനേ Come on, you say മരണത്തെ ജയിച്ചെഴുന്നേറ്റ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, सारे घुटने टिकेंगे, എല്ലാ നാവും പാടിടും, सारी जुबान गाएगी, യേശു മാത്രമാണ് കർത്താവ്. यीशु मसीह एक ही खुदा है. That Jesus Christ is the only living one. यीशु मसीह वो इकलौता जिंदा खुदा है. ഒരു കീർത്തനം 63 വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. जस्टिस अंकल सामने आएंगे और वचन संगीत 63 जस्टिस अंकल आके हमारे लिए पढ़ेंगे. ദൈവമേ, നീ എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും മച്ചയും മോദസും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷമുള്ള തരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. അവരെ വാളിന്റെ ശക്തി കേൾപ്പിക്കും. കുറുനാരികൾ അവർ ഇരയായി തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായി അടഞ്ഞു പോകും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ സൗധത്തിലേക്ക് കടന്നു വരുന്നു. ദൈവമേ, ഹല്ലേലൂയ. അങ്ങയുടെ മഹത്വത്തിനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ അവിടുത്തെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, ഇന്നത്തെ കൂട്ടായ്മയെ പ്രത്യേകം അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടക്കം മുതൽ ഒടുക്കം വരെയും അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ അങ്ങ് എന്താണാവോ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മീയ മന്ന അത് ഭക്ഷിച്ച് തൃപ്തി അടയുവാൻ, അതിലുപരി ദൈവമേ കേട്ട വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടേണ്ടുന്ന വിടുവാൻ, ഉരിഞ്ഞു കളയേണ്ടുന്ന ഉരിഞ്ഞു കളയാൻ, മരിപ്പിക്കേണ്ടുന്ന മരിപ്പിക്കുവാൻ ഞങ്ങളെ. നമുക്ക് ആവശ്യം മെയിൻ എന്നുള്ളത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പാണ്. लेकिन इन सब में हमें क्या जरूरी है? परमेश्वर के साथ एक व्यक्तिगत गति से एक बॉन्ड होना चाहिए. യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം വേണം. यीशु मसीह के साथ एक बंधन होना चाहिए, एक बॉन्ड होना चाहिए. നമ്മളെ കുറിച്ച് ഞാൻ എപ്പോഴും ഈ ചർച്ചിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ കുറിച്ച് സഭയല്ല സാക്ഷ്യം പറയേണ്ടത്, ദൈവമക്കളല്ല സാക്ഷ്യം പറയേണ്ടത്, സ്വർഗം പറയണം ഇത് എന്റെ മകൻ എന്ന് സാക്ഷ്യം പറയണം. मैं हर बार ये चर्च में बोलता हूँ कि हमारे बारे में
जो चर्च के लोग हैं या हमारे जो परिवार के लोग हैं, उन लोगों को गवाही नहीं देना चाहिए। स्वर्ग को हमारे बारे में गवाही देना चाहिए। ദൈവം നോക്കിയിട്ട് പറയണം ഇവൻ എന്റെ പ്രിയപുത്രൻ. परमेश्वर को देख के बोलना पड़ेगा कि ये मेरा प्रिय पुत्र है। ദൈവം സാക്ഷ്യം അനേകരെ കുറിച്ച് ദൈവവചനത്തിനകത്ത് അനേകരെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. अपने वचन में हम देख सकते हैं कि परमेश्वर ने बहुत लोगों के बारे में गवाही दी। അവർ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. उन सबका भी परमेश्वर के साथ एक व्यक्तिगत गति में रिश्ता था। ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. वचन के और दो ഞാൻ യേശുവിന്റെ രക്തത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. यीशु मसीह के लहू के बारे में, खून के बारे में कुछ चीजें बात करना चाहूंगा। എഴുതിയെടുക്കാൻ പറ്റുന്നവർക്ക് എഴുതിയെടുക്കാം. जो लिख के ले सकते हैं वो लिख के ले लें। ഒന്നാമത് പറയുന്നു കുറ്റമില്ലാത്ത രക്തം. पहला ये बोला गया है कि जिस खून में कोई गलती ना हो वो खून। യേശുവിന്റെ രക്തം എന്തില്ല? കുറ്റമില്ലാത്ത രക്തമാണ് യേശുവിന്റെ രക്തം. यीशु मसीह का जो खून है वो बिना किसी गलती का खून है। അപ്പോ യേശുവിന്റെ രക്തത്തിന്റെ അകത്ത് കുറ്റമില്ല, പാപമില്ല, ശാപമില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് യഥാർത്ഥമായ രക്ഷ ലഭിക്കുവാനായിട്ടിടയായത്. तो यीशु मसीह के जो खून में गलतियां नहीं है, पाप नहीं है, शाप नहीं है, इसीलिए उस खून से हमें मुक्ति मिलता है। ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് യൂദയാണ് സാക്ഷ്യം പറയുന്നത്. के बारे में जो गवाही दे रहा है वो यूदा दे रहा है। മത്തായിയുടെ സുവിശേഷം 27:4. മാത്യു 27:4. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. मैंने बिना किसी गलती के खून को दिखाया, इस वजह से मैंने पाप किया, ऐसे करके उसने बोला। 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നതാണ് യൂദ. 3.5 യേശു പ്രാർത്ഥിച്ചു തെരഞ്ഞെടുത്തതാണ് 12 എണ്ണത്തിന്. यीशु मसीह ने प्रार्थना करके चुना हुआ था वो 12 लोगों को। യേശുവിന്റെ ആ ഒരു പ്രാർത്ഥനയുടെ അകത്തുകൂടെയാണ് ഈ 12 പേരും യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. प्रार्थना के माध्यम से ये 12 लोग उनके पास आए थे। തെരഞ്ഞെടുത്തതിനകത്ത് 12 എണ്ണത്തിൽ ഒരുത്തൻ ഒറ്റിക്കൊടുത്തു, ഒരുത്തൻ തള്ളി പറഞ്ഞു. चुने हुए 12 व्यक्तियों में से एक इंसान ने यीशु मसीह को दिखा के उनको सौंप दिया, एक व्यक्ति ने यीशु मसीह के खिलाफ बोल दिया। നമ്മൾ പ്രാർത്ഥിക്കാതെ തെരഞ്ഞെടുക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. हमने बिना प्रार्थना करे हुए बहुत चीजों को चुना है। ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം യൂദ യേശുവിനെ ഒറ്റുകൊടുത്തൊരു മനുഷ്യനാണ്. यहाँ पे ऐसे बोला गया है कि यूदा ने यीशु मसीह को सौंप के देने वाला एक व्यक्ति था। കാരണം അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദൈവദാസൻ വന്നാൽ, ഒരു പ്രധാനപ്പെട്ട വ്യക്തി വന്നാൽ പോസ്റ്റൊക്കെ അടിച്ച് പബ്ലിസിറ്റി ചെയ്യും. आज के जमाने में क्या होता है, कोई भी सेवक आता है बाहर से तो हम उनके बारे में फ्लेक्स बनाते हैं। ആ ഒരു കാലഘട്ടത്തിന്റെ അകത്ത് പലർക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പലർക്കും യേശുവിനെ അറിയത്തില്ല. കാരണം ഒരു കൂട്ടം, ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു കൂട്ടത്തിന്റെ അകത്താണ് യേശു എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. लेकिन उस समय की बात ऐसी थी कि बहुत लोग यीशु मसीह को नहीं जानते थे, क्योंकि यीशु मसीह एक समूह में चलता था, बहुत लोग के बीच में से चलता था। കാരണം പുരോഹിതന്മാരും അവരിൽ നിന്നും മെയിനായിട്ടുള്ള പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന റബ്ബിമാരൊന്നും ഒരിക്കലും യേശുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് മുമ്പിൽ പോലും വന്ന് നിൽക്കാറില്ലായിരുന്നു. वहाँ के जो महापुरोहित थे, वहाँ के प्रवाचक लोग थे, वो कभी भी यीशु मसीह के आमने सामने जाके खड़े भी नहीं होते थे। യേശുവിനെ വ്യക്തമായിട്ട് യേശു തന്നെ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ യൂദ അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ ഒരുത്തന്റെ കയ്യിൽ പണം കൊടുത്തു അവനെ അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തെ വശീകരിപ്പിച്ച് പണം കൊടുത്തു യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർ പ്ലാനുകൾ ഒരുക്കിയത്. वो यीशु मसीह ही है जिसको हम पकड़ने जा रहे हैं। ये तय करने के लिए उन लोगों ने 12 लोगों में से एक व्यक्ति को पैसे देके, पैसे की आड़ में उनको पकड़ा दिया। നമുക്കറിയാം, ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കി. അവിടെ പലരും വന്ന് ചോദിച്ചു, ആര് നിന്നെ സൗഖ്യമാക്കി എന്ന് ചോദിച്ചപ്പോൾ അവൻ ആരെ കാണിച്ചു കൊടുക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെ കണ്ടുവെന്നാ പറയുന്നത്. हम जानते हैं कि बेथेस्दा की जो कोण में जो व्यक्ति बीमार पड़ा था, उसको किसने सौख्य किया करके जब लोगों ने पूछा, उसको नहीं पता था कि किसने सौख्य किया, क्योंकि उसने देखा ही नहीं था। അപ്പോൾ ഇതുപോലെ ഒരു
സാഹചര്യത്തിന്റെ അകത്താണ് അന്നത്തെ കാലത്ത്, കാരണം യേശു മാറിപ്പോകരുത് എന്ന് വ്യക്തമായിട്ട് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു അപ്പോസ്തലൻ അല്ലെങ്കിൽ ഒരു ശിഷ്യനെ പിടിച്ച് പണം കൊടുത്തിട്ട് അവനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ തീരുമാനിച്ചത്. ऐसे ही सिचुएशन था उस समय का, इसलिए 12 लोगों में से एक व्यक्ति को पैसे देके उन लोगों ने तय किया कि यही यीशु है जिसको हम पकड़ने वाले हैं. അപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുത്തു. അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ച് ഇതേ പുരോഹിതന്മാരുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തുവെന്ന്. तो यीशु को पकड़ाने के बाद जब ये वापस आया यूदा, तब इसने बोला कि मैंने बिना किसी गलती करे हुए खून को पकड़ाया. നോക്കണം, യേശുവിന്റെ രക്തം കുറ്റമില്ലാത്ത ആ ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ തിരിച്ചു വന്ന് പറയുന്നത്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു. क्योंकि यीशु मसीह का जो खून है वो बिना किसी गलती का है, इसीलिए उसने वापस आके ये बोला कि मैंने किसी गलती के बिना वाले खून को पकड़ाया. അപ്പോൾ അവര് പറയുകയാണ്, അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. तो इन लोगों ने अब ऐसे जवाब दिया कि इसमें हम क्या कर सकते, ये अब तुम्हारा मामला है, तुम देखो. ശരിക്കും പറയുകയാണെങ്കിൽ हम छोटा करके इसको बोले तो പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞൊരു മനുഷ്യനാണ്. पीटर ने यीशु मसीह के खिलाफ बोलने वाला व्यक्ति. അവൻ ദൈവസന്നിധിയിൽ അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. वो परमेश्वर के सानिध्य में उसने क्षमा प्राप्ति किया और वो वापस आया. എന്നാൽ ഈ യൂദ ചെയ്തത്, लेकिन यूदा ने क्या किया, അവന് ആ മനസ്താപമല്ലായിരുന്നു, അവന് കുറ്റബോധമായിരുന്നു അവന്റെ വിഷയം. उसके अंदर एक गिल्ट आया था सिर्फ. അപ്പോൾ ഈ കുറ്റബോധത്തിന്റെ മുമ്പിലാണ് ഇവൻ വന്ന് പറയണത്, ഞാൻ ഈ പാവമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. उसने क्षमा प्राप्ति नहीं की थी, उसने सिर्फ गिल्ट के तरफ आके बोला. ഈ രണ്ടു പേരുടെയും ക്ഷമയ്ക്ക് അല്ലെങ്കിൽ ദൈവസന്നിധി അല്ലെങ്കിൽ മടങ്ങി വരവിന് വ്യത്യാസമുണ്ട്. इन दोनों के वापस आने में फर्क है. ഒരുത്തൻ ദൈവസന്നിധിയിൽ വീണു, एक परमेश्वर के सामने टेक गया, ഒരുത്തൻ പുരോഹിതന്മാരുടെ മുമ്പിൽ വീണു. दूसरा पुरोहितों के सामने जा. പുരോഹിതന്മാരുടെ മുമ്പിൽ വീണു എന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. जो व्यक्ति जाके पुरोहितों के सामने गिरा, उन लोगों ने उसको बोला कि हम कुछ नहीं जानते. അവൻ ചെയ്തത് കെട്ടി തൂങ്ങി ഞാനു ചത്തു എന്ന് तो പറയുന്നത്. उसके अंत में क्या हुआ, वो फांसी लगा के അപ്പോൾ मर गया. ഏറ്റു പറയേണ്ട ഇടത്തിന് വ്യത്യാസമുണ്ട്. तो फर्क है उस जगह का जहाँ पे जाके तुम्हें माफी मांगनी. അതുകൊണ്ടാണ് ഞാൻ കത്തോലിക്കന്നൊക്കെ വന്നതെന്ന് വെച്ച് നമ്മൾ ഏറ്റു പറയുന്നതിന്റെ അകത്ത് വ്യത്യാസമുള്ളത് കൊണ്ടാണ്. हम कैथोलिक से क्यों आए हैं यहाँ पे, क्योंकि वहाँ पे फर्क है जहाँ पे तुम बोल रहे हो. യേശുവിന്റെ അടുക്കലാണ് വിടുതലുള്ളത്. यीशु मसीह के पास चल പക്ഷെ रही है. ഇന്ന് പലർക്കും യേശു ആരാന്ന് അറിയത്തില്ല. लेकिन आज बहुत लोग नहीं जानते यीशु. യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ പലതിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണ്. बहुत लोग के माध्यम से लोग जाते हैं यीशु मसीह के എന്നാൽ അവരുടെ എല്ലാം അവസാനം എന്നുള്ളത് നാശത്തിലേക്ക് അവർ പോകുന്നു. लेकिन इन सबके जो अंत है वो नाश की तरफ है. അവൻ തന്നെ പറയുകയാണ്, ഇത് കുറ്റമില്ലാത്ത രക്തമാണ്. वो खुद ही बोल रहा है कि ये बिना किसी गलती के ഞാൻ ആ नहीं है. മനുഷ്യനെ കാണിച്ചു കൊടുത്തു, मैंने उस इंसान को ഇനി दिखाया, എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് രക്ഷയില്ല अब मुझे इसमें से कोई छुटकारा नहीं എന്ന് मिलेगा. പറഞ്ഞ് ആ പുരോഹിതന്മാരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ ये बोल के वो जब पुरोहितों के सामने उसने അവര് जाके बोला, കൈമലർത്തുവാനായിട്ട് ഇടയായി उन തീർന്നു. लोगों ने अपना हाथ खड़ा किया. എന്നാൽ പത്രോസ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹൃദയത്തെ ഹല്ലേലൂയ ഒഴുക്കി കൊടുത്തപ്പോൾ लेकिन पीटर ने अपने हृदय को परमेश्वर के सामने അവന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം അവനെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. जिंदगी में परमेश्वर ने जो भी उसके वादे दिए हैं उसकी तरफ परमेश्वर ने उसको चलाया. ആമേൻ. അപ്പോൾ കുറ്റമില്ലാത്ത രക്തമാണ് നമ്മൾക്ക് വേണ്ടി എന്നെ ചെയ്യണം പക്ഷപാതം ചെയ്യുന്നത്. तो ये जो लहू है जिसने कोई भी गलती नहीं की है वो हमारे लिए खड़ा है. അപ്പോൾ ഈ കുറ്റമില്ലാത്ത രക്തത്തിന്റെ മറവിലാണ് നമ്മൾ ആയിരിക്കപ്പെടുന്നത്. उस खून की प्रोटेक्शन में हम लोग खड़े हुए हैं. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. उठा के उनकी ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കുറ്റമില്ലാത്ത तो രക്തമാണ്. पहली चीज यीशु मसीह का जो लहू है वो बिना गलती का लहू है. രണ്ടാമത് പറയുകയാണ്, ഈ രക്തം വിലയേറപ്പെട്ട രക്തമാണ്. दूसरी बात ये है कि ये बहुत अमूल्य रक्त है. ഫസ്റ്റ് പീറ്റർ 1 പത്രോസ് 1 അധ്യായം 18 വാക്യം. फर्स्ट पीटर पहला अध्याय 18 19 18 और 19. फर्स्ट पीटर 1. നോക്കട്ടെ, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുവിന്റെ രക്തം എന്തുവാണ്?
വിലയേറിയ तो രക്തമാണ്. यहाँ पे बोला गया है कि चांदी ഒരു और मन- सोने से तुम्हारा और- वो नहीं हुआ हुआ है. ഒരു तुम्हारा മനുഷ്യന്റെ छुटकारा- പ്രാണൻ ഇതിനകത്ത് ഇരിക്കുന്നത്. एक व्यक्ति का जो जान है वो किसके अंदर रहता है? ഒരു മനുഷ്യന്റെ പ്രാണൻ ബ്ലഡിലാണ് ഒരു മനുഷ്യന്റെ പ്രാണൻ ഇരിക്കുന്നത്. खून के अंदर एक व्यक्ति का जान रहता है. ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കാത്ത ഒരേ ഒരു സാധനമാണ് രക്തം. आज के समय में एक ही चीज है जो इंसान ढूंढ नहीं पाया है, वो है എല്ലാ खून. ഡ്യൂപ്ലിക്കേറ്റും ഇറങ്ങുന്ന സ്ഥലമാണ് ചൈന. हर चीज का डुप्लीकेट बनाने वाली जगह ഇന്ന് चल रहा है. അല്ലേലൂയ അനേക മനുഷ്യ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ സൃഷ്ടിക്കുന്നു ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം പാർട്സിന് വേണ്ടിയിട്ട് നമ്മുടെ പല അല്ലേലൂയ പാർട്സുകൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിപ്പുകൾ നടക്കുന്നുണ്ട്. शास्त्र ऐसे कहता है कि बहुत जगहों पे इंसान को बनाने की टेक्निक बन रहे हैं. അമേരിക്കയിലെ ഒരു മനുഷ്യന്റെ അല്ലേലൂയ ഹൃദയത്തിന്റെ അകത്ത് പന്നിയുടെ ഹൃദയം വെച്ചു കൊടുത്തു. अमेरिका में एक इंसान के हृदय की जगह पे एक सुअर की हृदय ഇതെല്ലാം रखा है. നടക്കുന്ന വിഷയങ്ങളാ. ये सब हो रहा है हमारे പക്ഷെ आसपास. ഇന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്തുവാണ്? लेकिन आज भी एक चीज है जो नहीं ढूंढ पाया है. രക്തം ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. खून नहीं ढूंढ पाया है. അല്ലല്ലോ പോസിറ്റീവ് ബ്ലഡിനകത്ത് ബി പോസിറ്റീവ് കയറിയാൽ ആള് വടിയാ. ए पॉजिटिव खून के अंदर अगर बी पॉजिटिव हम दे दे तो इंसान मर നമ്മൾ जाएगा. അല്ലലുയ എന്ത് മനുഷ്യന്റെ പാർട്സ് മാറ്റിയാലും ആദ്യം അല്ലലുയ ചെക്ക് ചെയ്യുന്നത് എന്തുവാ? हम जो भी एक इंसान की पार्ट्स हटाएंगे, शरीर का हिस्सा हटाएंगे, तो पहली चीज हम ढूंढते हैं खून उसका. ബ്ലഡ് ആണോ ചെക്ക് ചെയ്യുന്നത്? खून ही देखते हैं ना. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം അല്ലലുയ ഇത് പ്രൊസീജിയർ ചെയ്യുന്നത്. उसके बाद ही आगे की प्रोसीजर्स करते हैं. അപ്പോൾ ഈ രക്തത്തിന് വലിയ അല്ലല വിലയുള്ളതാണ്. तो खून में बहुत मूल्य है. പണ്ട് അല്ലലുയ പലരും രക്തം കൊടുത്ത് ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. पिछले जमाने में ऐसा होता था कि बहुत लोग खून देख के ചില റയർ രക്തം ഏതൊരു രക്തം ഉണ്ടല്ലോ, ഓ നെഗറ്റീവ്, ഭയങ്കര വിലയാ. ചോദിക്കുന്ന കാശ് കിട്ടും. बहुत रेयर एक खून है ओ नेगेटिव ग्रुप का. वो अगर तुम लोग पैसे दो, जितना मर्जी पैसे मांग सकते हो. നോക്കണം, ദൈവത്തില് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നു, वचन ऐसे कहता है, ഇത് വിലയേറപ്പെട്ട രക്തമാണ് യേശുവിന്റെ രക്തം എന്നുള്ളത്. यीशु मसीह का जो खून है वो अमूल्य खून है. അപ്പോൾ ഇത്രയും അല്ലലുയ ഈ ലോകത്തിൽ എത്രയോ രക്തം മനുഷ്യന്റെ പാപത്തിന് വേണ്ടി വീണിട്ടുണ്ടെന്ന് അറിയാമോ? इस दुनिया में हम देख सकते हैं बहुत सारे खून इस दुनिया में गिरा है हमारे पापों की क्षमा के लिए. പഴയ നിയമത്തിന്റെ ആരംഭം മുതൽ അല്ലലുയ പുതിയ നിയമത്തിന്റെ ആരംഭം വരെ എത്രയോ രക്തം അല്ലേലുയ ആടുമാടുകളുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടും ഒരു അല്ലേലുയ പാപക്ഷമ ലഭിക്കാതിരിക്കുന്നതിന്റെ അകത്താണ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ അകത്ത് മാനവ കുലത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായ ഒരു രക്ഷതയും ഒരുക്കി തന്നത്. पुराने नियम में हम देख सकते हैं कि बहुत सारे पक्षी जंतुओं की जो बलि दी गई थी, लेकिन उन सब के भी आगे यीशु मसीह की जब काल्वरी क्रूज में उनका खून बहा था, तभी हमारे पापों को क्षमा मिली. അപ്പോൾ ആ യേശുവിന്റെ രക്തത്തിനകത്ത് പാപമില്ല. उनके जो खून में है पाप नहीं है. അത് കുറ്റമില്ലാത്ത രക്തമാണ്. उनके खून में कोई गलती नहीं അത് है. വിലയേറപ്പെട്ട രക്തമാണ്. वो बहुमूल्य रक्त है. ഇത് അല്ലേലൂയ നമ്മെ അല്ലേലൂയ ഒരു വിലയും നമ്മൾ കൊടുത്തിട്ടില്ല. हमने उसके लिए कोई भी कीमत नहीं പക്ഷേ चुकाई. കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി വിലയായി തീർന്നത് കൊണ്ട്, लेकिन उस काल्वरी की क्रूज में उसने ആ हमारे രക്തം लिए വിലയായി നമ്മൾക്ക് നൽകിയത് കൊണ്ട് वो खून हमारे लिए कीमत करके उसने दिया. ദൈവം പറയുകയാണ്, परमेश्वर ऐसे कहता है, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. तुम लोग को कीमत दे के खरीदा है. ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. तुम सबको कीमत दे के खरीदा ഇനി है. നിങ്ങൾക്ക് സ്വന്തമല്ല. अब तुम तुम्हारे अपने नहीं हो. ഇനി നിങ്ങൾ എനിക്ക് സ്വന്തമാണ്. तुम मेरे अपने हो. നമ്മൾ ദൈവത്തിന്റെ സ്വന്തമാണ്. परमेश्वर के अपने हैं. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. परमेश्वर के बच्चे हैं. നമ്മൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. परमेश्वर के प्यारे बच्चे हैं. എന്തുകൊണ്ടാണ് ദൈവം അത് പറയുന്നത്? परमेश्वर ऐसे क्यों कहता അവന്റെ है? രക്തമൊഴുക്കി നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, उसका खून दे के हमें ആ कीमत വിലയേറപ്പെട്ട രക്തം നമ്മൾക്ക് വേണ്ടി ഒഴുകിയത് കൊണ്ട്, उसका बहुमूल्य ആ പാപമില്ലാത്ത രക്തം നമുക്ക് വേണ്ടി ഒഴുകിയത് കൊണ്ട്. गलती वाला खून उसने हमारे लिए चुराया. ആമേൻ, ആമേൻ. അപ്പോൾ യേശുവിന്റെ രക്തം വിലയേറപ്പെട്ടതാണ്. परमेश्वर यीशु मसीह का जो खून है वो बहुमूल्य है. നമ്മളെ ഈ ലോകത്തിലുള്ള
എല്ലാ ഡിറ്റർജന്റുകൾ ഉപയോഗിച്ചാലും ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ പറ്റത്തില്ല. इस दुनिया की हर सारे टेक्नोलॉजीज रख के देखेंगे तो भी हम एक व्यक्ति का पाप नहीं हटा പക്ഷെ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി അപ്പനോട് തന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങള് പാപങ്ങള് ഏറ്റുപറയുമ്പോൾ അപ്പന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാനായിട്ടിടയായി തീരും. लेकिन एक व्यक्ति जब अपना घुटना टेक के परमेश्वर के सामने अपने पापों को माफी मांगेगा तब उसको माफी मिल जाएगी हर चीज में। ഇവിടെ പറയുകയാണ് വ്യർത്ഥവും പൃഥുപാരമ്പര്യമായുള്ള बोला गया है कि पारंपरिक वृत्ति से तुम्हारे अंदर जो भी നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് तुम्हारे चलाव से तुम्हें छुटकारा दिया गया। പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, चांदी और धन जैसी चीजें जो मिट सकता है ऐसी चीजों से नहीं। വ്യർത്ഥവും പൃഥുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ पारंपरिक वृत्तियों से जो तुम चलते ഒരിക്കൽ थे, ദൈവത്തെ അറിയാതിരുന്നപ്പോൾ एक समय पे जब परमेश्वर को नहीं ദൈവം जानते എന്ന് थे, പറഞ്ഞ് പലതിനെയും ആരാധിച്ചപ്പോൾ परमेश्वर नाम के तुमने बहुत लोगों को നമ്മൾ आराधना ഹല്ലേലൂയ किया। ദൈവത്തിന്റെ മക്കളെന്ന് സ്വയം ഹല്ലേലൂയ അഭിമാനിച്ച സമയങ്ങളിലും जब हम सोचते थे कि हम परमेश्वर के बच्चे हैं, ദൈവം പറയുകയാണ് परमेश्वर ऐसे बोल रहा है, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ വ്യർത്ഥമായിട്ടായിരുന്നു നിങ്ങളുടെ നടപ്പെന്ന്. तुम्हारा चलाव जो था वो व्यर्थ था, അത് ഹല്ലേലൂയ പാരമ്പര്യം അത് വ്യർത്ഥമായിരുന്നു. वो तुम्हारी पारंपरिक वृत्ति से तुम चलते थे। ദൈവമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. परमेश्वर नहीं था तब हमारे അതിന്റെ साथ, അകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് उसके अंदर से हमें बाहर വില निकाल കൊടുത്തിട്ട് ഹല്ലേലൂയ പൊന്ന് വെള്ളി മുതലായ വസ്തുക്കൾ കൊണ്ടല്ല, वो चांदी और सोना जैसी चीजों से नहीं किया ഹല്ലേലൂയ गया। ഈ ലോകത്തിന്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടല്ല. दुनिया की कोई भी कीमती चीजों से नहीं उसने हमें വചനം छुटकारा दिया। പറയുന്നു वचन ऐसे कहता है, ക്രിസ്തുവെന്ന क्रिस्तु नाम के നിർദോഷവും നിഷ്കളങ്കവുമായ निर्दोष और निष्कलंक മക്കളെ जो खून है, ക്രിസ്തുവെന്ന ഹല്ലേലൂയ നിർദോഷവും നിഷ്കളങ്കവുമായ क्रिस्तु नाम के निर्दोष खून से, കുഞ്ഞാടിന്റെ വിലയേറപ്പെട്ട രക്തമായിരുന്നു. उसके खून से हमें छुटकारा दिया है। അപ്പോൾ ഹല്ലേലൂയ ആ നിഷ്കളങ്കമായിരുന്ന രക്തമായിരുന്നു, तो उसका जो खून था उसमें कोई दोष नहीं था, നിർദോഷമായ രക്തമായിരുന്നു. बिना दोष के कोई खून था वो। ഈ കുഞ്ഞാടിന്റെ രക്തം വിലയേറപ്പെട്ടതാണ്. तो इसका जो ये खून है जो बहुमूल्य था। നമ്മൾ ഒരു വസ്ത്രത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കറ വന്നാൽ हमारे एक कपड़े के ऊपर अगर दाग आएगा तो നമ്മൾ പല കാര്യങ്ങൾ അതിനകത്ത് ചെയ്യും. उसके ऊपर हम बहुत चीजें करते हैं। ഞാൻ ഒരു പ്രാവശ്യം मैंने एक बार എനിക്കൊരു 3000 രൂപ കൊടുത്തിട്ട് ഒരു ബ്രദർ എനിക്ക് നല്ലൊരു പാന്റ് മേടിച്ചു തന്നു. 3000 रुपए देके एक भाई ने मेरे लिए एक पैंट लिया था। ഒരു ദിവസം നോക്കുമ്പോ പോക്കറ്റിൽ കടന്ന് പേന മൊത്തം ലീക്കായി, പോക്കറ്റ് മൊത്തം ഹല്ലേലൂയ മഷിയായി. एक दिन मैंने देखा तो पॉकेट के अंदर जो एक पेन था उसकी सिहाई पूरा भर गया था मेरे पैंट। ഞങ്ങളൊരു ആ സമയത്ത് ഞങ്ങള് ലാൽബാഗിൽ ഞങ്ങള് കുറച്ച് ചർച്ചയിൽ നിന്ന് കുറച്ച് പിള്ളേരെ കൂടി ലാൽബാഗിൽ പോയ സമയത്ത് तो उस समय पे लाल बाग से चर्च गए थे। चर्च से कुछ बच्चों के साथ ഓഗസ്റ്റ് गया था मैं 15 उधर। ആണോ ജനുവരി 26 ആണോ അറിയത്തില്ല, ഒരു ദിവസം ഞങ്ങള് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് अगस्त 15 या जनवरी 26 कोई एक दिन था जब प्रोग्राम हो रहा था। അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ആള് പറഞ്ഞു, ഒരു കുറച്ച് ഇങ്ങനെ എക്സിബിഷൻ ഹാളുകൾ ഒത്തിരി ഉണ്ട്. वहाँ पे बहुत सारे एग्जीबिशन के हॉल थे। वहाँ पे एक व्यक्ति ने ऐसे അവിടെ നോക്കുമ്പോഴത്തേന് കറകളും മഷിയെല്ലാം പോകുന്നെന്നും പറഞ്ഞിട്ട് ഹല്ലേലൂയ വെള്ളത്തുണിയിൽ നല്ലോണം ഒരച്ച് മഷിയൊക്കെ ഇട്ടിട്ട് ഒരച്ച് കാണിച്ചു. അതെല്ലാം തൂക്കുമ്പോഴത്തേന് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. वहाँ पे एक चीज था जिसको हम लगाएंगे तो सारे दाग धब्बे सफेद कपड़ों से निकल के जाएगा। ഞാൻ ഹല്ലേലൂയ അത് കാശ് കൊടുത്ത് മേടിച്ചു, मैंने पैसे देके वो चीज खरीदा, വീട്ടിൽ കൊണ്ടുവന്നു. घर लेके आया। ഈ കറ പിടിച്ച ഈ മഷി പിടിച്ചെടുത്തങ്ങ് ഹല്ലേലൂയ നല്ലോണം അങ്ങ് ഒരച്ചു. जहाँ पे सियाई लगी हुई थी वहाँ पे मैंने पूरा उसको चेप के लगा दिया। മഷി പോയി, പാന്റിന്റെ കളറും പോയി. सियाई तो चला गया लेकिन पैंट का जो रंग था वो भी उतर गया। നോക്കുമ്പോ ഹല്ലേലൂയ ഈ പോക്കറ്റിന്റെ ഇവിടെ ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഇരിക്കും. तो मैं देख सकता था कि पॉकेट के उधर पूरा एक सफेद गोला बना हुआ था। എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് ചിരിക്കാനും വയ്യ, കരയാനും വയ്യ. मुझे इतना बुरा लगा कि मैं हंस भी ഒരാൾ नहीं पा रहा था, रो भी नहीं पा रहा പേടിച്ച് था। തന്നതായോണ്ട് നമ്മൾ അതിന് വില കൽപ്പിക്കുന്നത്. किसी ने मुझे गिफ्ट दिया था, इसके लिए मेरा उसका मूल्य था। പിന്നെ ഞാൻ തീരുമാനിച്ചെന്നാ മൊത്തം അങ്ങ് വെളുപ്പിക്കാന്ന്. तो मैंने सोचा इसको पूरा ही सफेद कर देता हूँ। ഞാൻ ഈ ലിക്വിഡ് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് മൊത്തത്തിൽ പാന്റ് അങ്ങ് മുക്കി വെച്ചു. तो मैंने इस लिक्विड को पूरा पानी में निकाल के पूरा पैंट उसमें डुबा दिया। പിറ്റേ ദിവസം जो चुमेड़ है उसकी ഈ तरह ചേനത്തണ്ടൻ വല്ല അണലീസാണില്ലേ, വൈപ്പർ, അതിന്റെ തൊലി പോലെ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ ക്രോസ് നോക്കുമ്പോ പാന്റ് മൊത്തം കുറച്ച് സ്ഥലം വെളുത്ത് കുറച്ച് സ്ഥലം ഡിസൈൻ, ആ കളറ് ഇങ്ങനെ പല രീതിയിൽ. पूरा पैंट ऐसा हो गया था, सांप की जो चमड़ी है वैसे उस तरह का हो गया था। ഇതാണ് ലോകം.
तो ऐसी होती है दुनिया। നമ്മൾ എത്ര ഹല്ലേലൂയ ഇതിന്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തിന്റെ മുകളിൽ നമ്മൾ ഹല്ലേലൂയ എത്ര കടന്ന് നിലവിളിച്ചാലും, എത്ര വഴിപാട് കഴിച്ചാലും, എത്ര നേർച്ച കഴിച്ചാലും ഒന്നും ഒരു വിടുതൽ നടക്കത്തില്ല. അവിടെ ഇവിടെ ഓരോ പൊട്ടു വീഴും, അത്രയേ ഉള്ളൂ. तो हम अपने विषयों के ऊपर कुछ भी हम पूजा प्रक्रिया कुछ भी करें, उसके ऊपर पूरा तुम्हें कभी भी छुटकारा नहीं मिल सकता, പക്ഷേ യേശുവിന്റെ दाग लगेगा। യേശുവിന്റെ രക്തം അങ്ങനെയല്ല. लेकिन यीशु मसीह का रक्त ऐसा नहीं ദൈവം है। പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും वचन ऐसे कहता है कि तुम्हारा पाप कितना मर्जी लाल हो, ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. मैं उसको हिम की तरह सफेद करूंगा। അപ്പോൾ യേശുവിന്റെ രക്തം ഹല്ലേലൂയ നമ്മളെ നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. यीशु मसीह का जो लहू है हमें शुद्धिकरण करता है। കാരണം നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ നമ്മുടെ അകത്ത് പല ബ്ലോക്കുകൾ ഉണ്ടാകും. हम जब प्रार्थना करते हैं हमारे अंदर बहुत सारे ब्लॉक्स होते हैं। ഞാൻ പറയാറുണ്ട്, കർത്താവേ നാഡി ഞരമ്പുകളിൽ കൂടി എല്ലാം യേശുവിന്റെ രക്തം പാസ് ചെയ്യണം. കാരണം എന്തോ ഈ ബ്ലോക്ക് എല്ലാം അങ്ങ് മാറണം. मैं ऐसे प्रार्थना करती हूँ कि प्रार्थना करता हूँ कि एक नर्व्स के अंदर से आपका लहू बहना കാരണം चाहिए, നമ്മുടെ block करना चाहिए। തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുന്നതാണ് യേശുവിന്റെ രക്തം. क्योंकि हमारे सारे ब्लॉक्स को हटाने के लिए काबिल है यीशु നമ്മുടെ मसीह का लहू। പാപത്തെ കഴുകുവാൻ പറ്റുന്നതാണ് യേശുവിന്റെ രക്തം. हमारे पापों को धोने के काबिल है यीशु मसीह നമ്മളെ का लहू। ശുദ്ധീകരിക്കുവാൻ പറ്റുന്നതാണ് യേശുവിന്റെ രക്തം. हमारी शुद्धिकरण कर सकता है यीशु का लहू। ഹല്ലേലൂയ. ഇവിടെ ആ വാക്യത്തിൽ തന്നെ പറയുകയാണ്, ഇത് നിഷ്കളങ്കമായ രക്തമാണ്. ये वचन में कहता है कि ये बिना किसी दोष वाला लहू है। ആമേൻ. നിഷ്കളങ്കം എന്ന് പറയുമ്പോൾ എന്തുവാ? കളങ്കമില്ലാത്തത്. निष्कलंक नाम से क्या मुराद है? बिना ഹല്ലേലൂയ. किसी कलंक के। നമ്മളൊക്കെ ഹല്ലേലൂയ ഈ ചിക്കനൊക്കെ നമ്മൾ നല്ലോണം അടിച്ചു കയറ്റുന്നവരാ. हम सब लोग चिकन बहुत मस्त खाते हैं। അതിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട്, അത് പാവം അല്ലേ? हम जब उसको काटने के लिए लेके जाते हैं तब हम सोचते हैं ഇപ്പൊ ഒരു कि यार ആടിനെയോ बेचारा। മാടിനെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴത്തേന് നമ്മള് പറയും, അയ്യോ പാവം, ഇന്ന് ഗായ- അതിന്റെ അതോ ഗതിയാ. गाय या बकरी को जब काटने के लिए लेके जाते പക്ഷെ हैं तब हम ഇറച്ചി सोचते हैं बेचारा। മേടിക്കാൻ നമുക്ക് ഒരു മടുപ്പുമില്ല. लेकिन जब चिकन खरीदते हैं तब हम नहीं सोचते। ഞങ്ങള് സജു ബ്രദറൊക്കെ ഒരു വീട്ടിൽ ഞങ്ങൾ അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോ जब हम सजू ब्रदर के साथ एक अलग जगह पे रहते थे, ഞങ്ങള് അല്ലല്ലോ കൊറോണയുടെ സമയാ, कोविड के टाइम पे, ഞങ്ങൾ ആ മോളിൽ വന്ന് നിൽക്കുമ്പോ സജു ബ്രദർ പറയും, हम जब ऊपर टेरेस के वहां पे खड़े होके देखते थे तब सजू ब्रदर चिल्लाते थे जोर से, ഫസ്റ്റ് ഇന്ന് തേണ്ട അവനെയാ തട്ടണത്, आज हम उसको मारने वाले हैं। നല്ല സാധന. वो मस्त चीज है। പ്രൈസ് ലോർഡ്. കാണുമ്പോ പാവം തോന്നും. जब देखेंगे तो हमें लगेगा പണ്ട് मासूम है। പണ്ട് കാരണവന്മാര് പറഞ്ഞ കൊന്ന പാവ കൊന്നാൽ തിന്ന തീരൂ എന്ന് പറഞ്ഞതുപോലെ ആ അന്നേരത്തുള്ള മനസാക്ഷിയൊക്കെ ഇറച്ചി മേടിക്കുമ്പോഴത്തേന് പോകും. जब हम उसको मारने जाते हैं तब हमें बहुत बुरा लगता है, बेचारा करके हम बोलते हैं, लेकिन जब खाने की टाइम पे हमें सिर्फ टेस्ट याद आता है। നോക്കണം, അല്ലല്ലോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നിഷ്കളങ്കമല്ലേ? हम सोच सकते हैं വല്ലതും ये അറിയുന്നുണ്ടോ? निष्कलंक है। നാളെ കറിച്ചട്ടിയിൽ ഇരുന്ന് ഫ്രൈ ആവണ്ടെന്ന് അത് വല്ലതും അറിയുന്നുണ്ടോ? वो गाय बकरी जानते हैं क्या कि कल मैं फ्राई होने वाला हूँ? ഒന്നും അറിയുന്നില്ല. उसको कुछ नहीं पता है, നിഷ്കളങ്കമാ. निष्कलंक है। അപ്പൊ ദൈവം വചനം പറയുകയാണ്, അതായത് കുറ്റമില്ലാത്ത രക്തം, അതായത് അല്ലലുയ നിഷ്കളങ്കമായതാണ് എന്റെ യേശുവിന്റെ तो രക്തം ऐसे ही എന്നുള്ളത്. वचन कह रहा है कि यीशु मसीह का जो മായ രക്തം നമ്മളെ ഹല്ലേലൂയ ദൈവത്തിങ്കലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ്. तो यही निष्कलंक जो खून है वो परमेश्वर के और हमें लेके जाता है। ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറയുന്നു വിലയേറപ്പെട്ട രക്തം, एक कहता है कि बहुमूल्य है। രണ്ടാമത് പറയുന്നു അതേ വാക്യത്തിൽ തന്നെ പറയുകയാണ്, അത് നിഷ്കളങ്കമായ രക്തമാണ്. उसके बाद उसी वचन में ऐसे कहता है कि वो निर्दोष और निष्कलंक है। അപ്പോ ഈ രക്തമാണ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. यही खून है जो हमें परमेश्वर की ओर लेके जाता है। നമ്മൾ ഏറ്റു പറയുമ്പോൾ കർത്താവേ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം, हम प्रार्थना करते हुए ये बोलते हैं कि आपके रक्त से ഞങ്ങളെ हमें साफ कीजिए, വിടുവിക്കണം. आपके रक्त से हमें चंगाई दे। ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 13 വാക്യം ഒന്ന് വായിക്കേ. ഹെബ്രായർ ഹീബ്രു Hebrews 9 के 13 वाक्य, 9वें अध्याय 13 वाक्य। ആ ആ ആ ആ
മധ്യസ്ഥനാകുന്നു. ഇവിടെ പറയുകയാണ് ജഡീക ശുക്തി അല്ലെങ്കിൽ ഹല്ലേലൂയ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുക്തി വരുത്തുവാൻ यहाँ पे ജഡീക ശുദ്ധി വരുത്തുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്ന വിഷയം എന്തുവാണ്? ഹല്ലേലൂയ ആട്ടുകൊറ്റന്മാര്, കാളകൾ, അവരുടെ ഹല്ലേലൂയ രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ, അപ്പോൾ ഇതുകൊണ്ട് എന്തുവാണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ഹല്ലേലൂയ ജഡീക ശുദ്ധിയാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. यहाँ पे बोला गया है तो मसीह के लहू जिसने अपने आप को सनातन आत्मा के द्वारा परमेश्वर के सामने निर्देश चढ़ाया, അതായത് ജഡത്തിന്റെ അകത്തുള്ള ഹല്ലേലൂയ ആ പാപത്തെ നമ്മൾ ഏറ്റുപറയുകയാണ്. तो हमारे हमारे शरीर के ऊपर जो भी पाप है उसके बारे में हम പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ആടുമാടുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കൈവച്ചിട്ട് പാപത്തെ ഏറ്റുപറയുകയാണ്. पुराने नियम में हम देखते हैं कि बलि चढ़ाने वाले बकरों के ऊपर हम हाथ रख के अपने पापों को बोलते അത് हैं. ഏറ്റുപറഞ്ഞിട്ട് അതിനെ അറുത്ത് അതിന്റെ ഹല്ലേലൂയ രക്തമെടുത്ത് നമ്മുടെ മേൽ തളിക്കപ്പെടുകയാണ്. अपने पापों को बोलने के बाद उसको काट के उसका खून अपने ऊपर हम അത് लगाते നമ്മളെ हैं. ജഡീക ശുദ്ധി വരുത്തുന്നു. वो हमारे जड़ को शुद्धिकरण देता എന്നാൽ है. പുതിയ നിയമത്തിന്റെ അവസ്ഥ അങ്ങനെയല്ല. लेकिन नए नियम में ये ऐसा नहीं होता. ഇവിടെ പറയുകയാണ് यहाँ पे बोला गया है നിത്യാത്മാവിനാൽ नित्य आत्मा के साथ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, परमेश्वर के सामने जिसने निष्कलंक तरीके से खुद को सेवा किया था, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, जिंदा खुदा को आराधना അതായത് करने के നിങ്ങൾ लिए. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, तुम रक्षा प्राप्त करो इसके നിങ്ങൾ लिए, രക്ഷിക്കപ്പെടുവാൻ, तुम रक्षा की प्राप्ति लो इस वजह ഹല്ലേലൂയ से. ഈ രക്തം മുഖാന്തരമാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. इस खून के द्वारा ही तुम रक्षा प्राप्त ഈ कर सकते രക്തം हो. മുഖാന്തരമാണ് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. इस खून के माध्यम से ही तुम शुद्धिकरण അപ്പോൾ प्राप्त कर सकते हो. യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകി വെടിപ്പാക്കി यीशु मसीह का जो खून तुम्हें पूरा तरीके से धो के साफ ജീവനുള്ള करके ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി जिंदा परमेश्वर की आराधना करने के लिए നിങ്ങളുടെ മനസാക്ഷിയ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികമായി നിങ്ങളെ ശുദ്ധീകരിക്കും. तुम्हारे मन की सारी गंदगी को निकाल के तुम्हें अच्छी तरीके से सफाई कर दो. അപ്പോൾ നിങ്ങളുടെ നിർജീവ പ്രവൃത്തികൾ, तुम्हारे जो भी गलत മരിച്ചു കിടക്കുന്ന പാപങ്ങൾ, जो मृत्यु प्राप्त किए ऐसे पाप है, നിങ്ങളുടെ മനസാക്ഷിയുടെ അകത്ത് മരിച്ചു കിടക്കുന്ന പാപങ്ങൾ, तुम्हारे मन के अंदर जो मृत्यु प्राप्त किए ऐसे पाप ഇതിനെ है, എല്ലാം കഴുകി വെടിപ്പാക്കുന്നത് उन सबको एकदम धो के साफ करने के लिए യേശുവിന്റെ രക്തമാണ്. यीशु मसीह के रक्त काफी है. ആമേൻ, ആമേൻ. അപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ അകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ यीशु मसीह के खून के अंदर जब हम आते हैं, ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ അവസ്ഥകൾ മാറുകയാണ്. हमारे जीवन के जो चीजें हैं वो बदलता है. എവിടെയാണ് ഹല്ലേലൂയ ബൈബിളിന്റെ അകത്ത് ഹല്ലേലൂയ ആദ്യത്തെ രക്തത്താലുള്ള ശുദ്ധീകരണം എന്ന് പറയാൻ പറ്റുമോ? बाइबल के अंदर पहला रक्त के साथ शुद्धिकरण कहाँ पे हुआ था, बोल सकते हैं कोई? രക്തത്താലുള്ള ശുദ്ധീകരണം എവിടെയെന്ന് പറയാൻ പറ്റുമോ ബൈബിളിന്റെ അകത്ത്? പറഞ്ഞോ? ഹാബേലും കായീനും. വേറെ? ഹല്ലേലൂയ. മനുഷ്യൻ ആദാമും അവ്വയും പാപം ചെയ്തു. आदम और हव्वा ने पाप किया था. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ पाप करने के बाद അവർക്ക് മനസ്സിലായി ഞങ്ങൾ നഗ്നരെന്ന്. उनको समझ आ गया कि वो लोग कुछ पहने नहीं है कपड़े. അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തു? तब उन लोगों ने क्या किया? നഗ്നരെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അവര്? എന്തുകൊണ്ട്? ഇലയെടുത്തു നഗ്നത മറച്ചു. उन लोगों ने पौधे और पत्ते लिए और अपने आप को ढका. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു എന്തിന്റെ ഇല എടുത്താലും उसके बारे में सोचो कि कौन सा पत्ता ले सकते हैं. അത് അതിന്റെ അകത്ത് ഞെട്ടിന്റെ അകത്തുനിന്ന് കിള്ളി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വെയിൽ കൊണ്ടാൽ ഉച്ച വരെ ഇരിക്കും. അതിനകത്തുനിന്ന് പറിച്ചെടുത്തു കഴിഞ്ഞാൽ अगर हम कोई भी पत्ता निकालेंगे तो वो मैक्सिमम शाम तक टिकेगा. അത് കഴിഞ്ഞാൽ എന്താവും? ഇത് उसके बाद वो मुरझा जाएगा, പൊടിഞ്ഞു പോകും. वो टूट जाएगा. ഞാൻ ചിന്തിക്കും അവർ എത്ര ഇല തുന്നി കാണും. तो
हम सोच सकते हैं कि उन लोगों ने कितने सारे पत्ते, ദൈവം വരുന്നത് വൈകുന്നേരം. परमेश्वर शाम को आता था। ആദാമേ ആദാമേ എന്ന് വിളിക്കുമ്പോൾ അച്ചായൻ ഒളിച്ചിരിക്കുക. आदाम 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 करके जब पुकारता था तो आदाम चुप के बैठा हुआ है। അപ്പൊ അവൻ പറയുക ഞങ്ങൾ നഗ്നരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. तो वो बोल रहा था कि हम लोगों ने कपड़ा नहीं पहना है तो हम बाहर नहीं निकल ഈ सकते। അല്ലലുയ്യ ഈ മറവാണ് പലതും അല്ലലുയ്യ നമ്മുടെ അല്ലലുയ്യ പല സഭകളും എന്നുള്ളത്. तो बहुत सारी सभा में हम देख सकते हैं कि ऐसे ही चुप के बैठ, ഇതിന്റെ മറവിൽ അല്ലലുയ്യ മറഞ്ഞു നിൽക്കുകയാണ്. इसके पीछे ऐसे चुप के ढक के पड़े, ദൈവത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. परमेश्वर की ओर नहीं आ पा रहे। ഇതാണ് ശരിക്കും മതം എന്നുള്ളത്. यही होता है रिलीजन। ഹല്ലേലൂയ. ഈ മതം മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നില്ല ശരിക്കും. जब रिलीजन सामने खड़ा होता है तो हम परमेश्वर को सही तरीके से नहीं देख पाते। അപ്പോൾ ദൈവം വന്ന് വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ നഗ്നർ, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. तो परमेश्वर जब आके पुकारते हैं तो ദൈവം बोलते हैं कि ചോദിക്കുമോ मैं ഞാൻ नग्न हूं तो मैं बाहर नहीं आऊंगा। തിന്നതെന്ന് പറഞ്ഞ അല്ലലുയ്യ പഴം നീ ഭക്ഷിച്ചോ? परमेश्वर ने पूछा कि जो मैंने बोला था मत खाओ वो तुमने खाया? അവൻ പറഞ്ഞു ഇവള് തന്നു ഞാൻ തിന്നു. तो उसने बोला इसने दिया, औरत ने दिया तो मैंने खा लिया। അപ്പൊ അവളോട് ചോദിച്ചു ആര് തന്നു? तो औरत से जब पूछा कि किसने പാമ്പ് दिया, തന്നു ഞാൻ തിന്നു. तो औरत ने बोला सांप ने दिया तो मैंने खा लिया। അന്നും ഇതാ ഇന്നും അത് തന്നെയാ. तब भी वैसा ही था, अब भी वैसा ही है। കുറ്റം കണ്ട കുറ്റമാന്ന് പറഞ്ഞ ഞാനല്ല അവളാന്ന് പറയും. कुछ भी गलती होता है तो सीधा बोलते हैं मैं नहीं, उसने दिया। നീ ചെയ്തതാ. तुमने करा है, तुमने करा है, मैंने नहीं। നമ്മൾ പലപ്പോഴും ഇതിനകത്ത് പെർഫെക്റ്റാ. हम इन सब में अच्छे होते हैं, हम परफेक्ट होते हैं। ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാ. बाज दफा हम ऐसे ही होते हैं। ഞാൻ ഹല്ലേലൂയ ചർച്ചിൽ ഒരു ബ്രദർ വരാതെയായി ഇടയ്ക്ക്. पिछले दिनों में चर्च में एक व्यक्ति नहीं आना, ചെറിയൊരു നിസാരമായ ഒരു വിഷയം, ചർച്ചുമായിട്ടുള്ള കണക്ഷൻ ആയിട്ടുള്ള ഒരു ബന്ധമല്ല. चर्च की कोई भी चीज नहीं था, एक छोटी सी ഞാൻ मामूली പോയി सी चीज थी। സംസാരിച്ചു. मैंने जाके उनसे बात किया। ഞാൻ അങ്കിൾ ഉണ്ടായിരുന്നു. मैं अंकल भी साथ में थे। ഞാൻ പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. कुछ भी अगर गलती हुआ है तो माफ। നമുക്ക് താഴാൻ പറ്റത്തില്ല. हम लोग झुक ही नहीं सकते। നമ്മൾ താണാൽ हम अगर झुकेंगे സ്വർഗം നമ്മൾ ഉയർത്തും. स्वर्ग हमें ऊपर लेगा। ഹല്ലേലൂയ. ആ ഒറ്റ വാക്കുകൊണ്ട് അവർ ചർച്ചയിൽ വന്നു. यही एक वर्ड से वो लोग वापस आए। നമ്മൾ എങ്ങനെയാണെന്നറിയാമോ? हम पता है क्या करते हैं? നമ്മൾ പിടിക്കുന്ന മൊയിലിന് എത്ര കൊമ്പാ? 3 എണ്ണം. हम जो बोलते हैं वही सही होता है, यही हम बोलते हैं। നമ്മൾ പിടിയൊന്നും വിട്ട് കളിക്കത്തില്ല. अगर हम एक बार हाथ से छोड़ सकते हैं तो छोड़। ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. परमेश्वर ये नहीं നീ चाहता है ദൈവസന്നിധിയിൽ നീ താഴ്. हम परमेश्वर के सामने ഇവര് हमें झुकना പറഞ്ഞ चाहिए। അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ഒന്നും ഏറ്റില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി അങ്ങ് വിട്ടു. कुछ भी गलती होता है तो एक दूसरे के ऊपर ദൈവം ഈ ഭൂമിയെ ശപിച്ചു. परमेश्वर ने इस भूमि को श्राप दिया। മനുഷ്യന്റെ മേൽ ആ ശാപം വീണു. इंसान के ऊपर वो श्राप निकला। അന്ന് അവിടെ ഒരു തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു വസ്ത്രം ദൈവം കൊടുത്തു. उस दिन परमेश्वर ने अपने बच्चों को पहनने के लिए कपड़ा दिया। അതാണ് ഒരു മൃഗത്തിന്റെ തൊലി എന്നുള്ളത്. वो एक जीव जंतु का एक चमड़ी था। ആ തൊലി എടുക്കണമെങ്കിൽ ഒരു മൃഗം അവിടെ കൊല്ലപ്പെടണ്ടേ? वो चमड़ी अगर निकालना है तो वहां पे एक मृग की मृत्यु हुई होगी। ഏദെൻ തോട്ടത്തിന്റെ അകത്ത് ഒരു മൃഗം കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ രക്തമൊഴുകുന്ന ആ സ്കിന്നെടുത്ത് മനുഷ്യനെ അല്ലല്ലേ മറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി जब തീർന്നു. एक पाप हुआ वहां पे एक मृग का जो है मृत्यु हुआ गया, उसकी चमड़ी निकाल के परमेश्वर ने उन बच्चों को दिया। അത് അല്ലല്ലുയ്യ ക്രിസ്തുവിനൊരു നിഴലായിരുന്നു. അത് वो क्रिस्तु को दर्शाता है। അതായത് ഹല്ലേലൂയ നമ്മൾ പോലും അറിയാതെ ഹല്ലേലൂയ നമ്മൾ പഴയ നിയമത്തിന്റെ അകത്ത് ക്രിസ്തുവിനെ പലതിന്റെ അകത്തും നമ്മൾക്ക് ഹല്ലേലൂയ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. हम भी नहीं जानते, लेकिन ऐसी जगहों पे हम पुराने नियम में क्रिस्तु को देख सकते हैं बहुत चीजों ഒരു के अंदर। മനുഷ്യന് വേണ്ടിയിട്ടൊരു മൃഗം യാഗമായപ്പോൾ അതിന്റെ രക്തം അവനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ കാൽവരി ക്രൂശിൽ യഥാർത്ഥമായിട്ട് യേശുവിന്റെ രക്തം ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ സഭയെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം, ഒരു ദൈവസഭയെ മാനവകുലത്തെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. वहां पे जब एक व्यक्ति ने गलती किया, पाप किया, तो उनको बाहर निकालने के लिए जब एक मृग का याग दिया और उसका खून से उसको बाहर निकाला, तो यही यीशु को दर्शाता है। ഒന്നാം മനുഷ്യനാൽ പാപവും രണ്ടാം മനുഷ്യനാൽ ആ പാപത്തിന്റെ അകത്തുള്ള ഒരു വിമോചനവും ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ രക്തത്താൽ നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. पहले इंसान से जब पाप हुआ तो दूसरे इंसान से वहां पे उसका एक विमोचन निकला। ആമേൻ. അന്ന് മുതലാണ് ഒരു യാഗത്തിന്റെ പ്രാധാന്യം ജനം തിരിച്ചറിഞ്ഞത്. उस
दिन के बाद से एक याग का प्राधान्यता वहाँ पे അങ്ങനെയാണ് ഇവർ പുറത്തുപോയ ഇവർ ഹല്ലേലൂയ കൃഷി ചെയ്ത് തലമുറകൾ യാഗം കഴിക്കുവാൻ വന്നപ്പോൾ ഹാബേൽ യാഗം കഴിച്ചത്. उसके बाद से ही ये लोग एदेन के बगीचे से बाहर निकल के इन लोगों ने बहुत व्यवसाय किया. उसके बाद उनके बच्चों ने भी याग किया. ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ കായീൻ അവനോട് ഹല്ലേലൂയ മുറുമുറുപ്പുണ്ടായി, കയ്പുണ്ടായി, അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വർഗം പറയുകയാണ്, കായീന്റെ രക്തം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. आबेल का जब याग हुआ था तब परमेश्वर उस पे खुश हुआ. ये देख के उसका भाई काइन है, उससे वो उसको अच्छा नहीं लगा. तब भी परमेश्वर यही बोलता है कि काइन के खून में ഈ से बात कर रहा है. ലോകത്തിൽ കൊല ചെയ്യപ്പെട്ട ഹല്ലേലൂയ പല രക്തങ്ങളും ഹല്ലേലൂയ പ്രതികാരത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ ഒരു രക്തം നിനക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷപാതം കഴിക്കുകയാ. മനുഷ്യന്റെ പാപത്തിൽ ഈ മനുഷ്യനെ വിടുവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ വിലയേറപ്പെട്ട രക്തം നിനക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. इस दुनिया में बहुत मृत्यु हुए, वो सारे खून आज भी प्रतिकार के लिए बात करता है. तब भी यीशु मसीह का जो लहू हमारे लिए बहा था वो हमारे लिए बात कर रहा है. ആമേൻ, ആമേൻ. നോക്കണം, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ചിന്തപ്പെട്ട സകല രക്തവും പ്രതികാരത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയാണ്. इस दुनिया में जो भी लहू बहा है वो सब अपने रिवेंज के लिए बात कर रहा है. ഹാബേലിന്റെ രക്തം ആദ്യം ഹല്ലേലൂയ നിലവിളി തുടങ്ങി. आबेल का जो खून था सबसे पहले അന്ന് बात മുതൽ करने വീഴുന്ന के लिए സകല രക്തവും പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുകയാ. उस दिन के बाद से जो भी लहू बहा है वो सब प्रतिकार के लिए അതുകൊണ്ടാണ് बात कर रहा ദൈവം പറയുന്നത് രക്തം സംസാരിക്കുന്നു, है. इसीलिए परमेश्वर बोलता है कि रक्त बात करेगा, രക്തം സംസാരിക്കുന്നു. खून बात कर रहा है. യേശുവിന്റെ രക്തം यीशु സംസാരിക്കുന്നു. मसीह की जो लहू है वो भी बात कर യേശുവിന്റെ रहा है. രക്തത്തിനകത്ത് വിടുതലുണ്ട്. यीशु मसीह के खून में छुटकारा യേശുവിന്റെ है. രക്തത്തിനകത്ത് ശുദ്ധീകരണമുണ്ട്. यीशु मसीह के खून में शुद्धिकरण है. യേശുവിന്റെ രക്തത്തിനകത്ത് പാപക്ഷമയുണ്ട്. उसके खून से हमारे पापों को मुक्ति मिलती യേശുവിന്റെ है. രക്തം നിന്റെ ശാപത്തെ മാറ്റും. हमारे शापों को निकालने के काबिल है उसके रक्त. ആമേൻ, ആമേൻ. യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി പക്ഷാപാതം കഴിക്കുകയാണ്. यीशु मसीह का खून हमारे लिए बात कर रहा है. വെളിപ്പാട് ഹല്ലേലൂയ 12-11 വാക്യം ഒന്ന് വായിക്കാം. റെവലേഷൻ 12. रेवलेशन 12वें अध्याय 11. 11वां वाक्य. പന്ത്രണ്ടിന് 11 ആൻറ്റി. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും और वे ममरे के लहू के कारण സാക്ഷ്യവചനം ഹേതുവായും अपने गवाही के वचन के कारण ജയിച്ചു. അപ്പോൾ ഇതെന്തുവാ? രക്തത്തിന്റെ പ്രത്യേകത എന്തുവാ? ജയം നൽകുന്നതാണ് യേശുവിന്റെ രക്തം. तो यहाँ पे खून का जो ये चीज हो रहा है कि खून की वजह से जय प्राप्त किया है. അവർ അവനെ കുഞ്ഞാട് രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. उस वचन की गवाही और लहू के वजह से वहां पे जयवत न हुआ, ऐसे लिखा हुआ है. ഇന്ന് യേശുവിന്റെ രക്തസാക്ഷിയാകാൻ ആര് റെഡിയാന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ആരും അനങ്ങത്തില്ല. अभी यहाँ पे पूछा जाएगा तो यीशु मसीह के लिए कौन अपना लहू बहाएगा, तो कोई भी यहाँ पे हाथ नहीं उठाएगा. നമ്മളൊക്കെ വന്നു കഴിഞ്ഞപ്പോ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാനായിട്ട് വന്നൊരു സമയമുണ്ട്. हम जब नए आए थे तब एक समय था ऐसा जब मैं यीशु मसीह के लिए अपना खून बहाना चाहता ഇന്ന് था. പറയും അതൊന്നും വേണ്ട കർത്താവ്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഉള്ള സമയം വരെ അങ്ങ് ദൈവത്തിന് വേണ്ടി നിൽക്കാം, തന്നെ അങ്ങ് എടുത്തോളാൻ പറയും. लेकिन अभी ऐसे बोलते हैं कि नहीं प्रभु, उसकी जरूरत नहीं है, जब तक समय है. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. यहाँ पे लिखा गया है कि मौत के समय तक उन लोगों ने अपने प्राण ഒരു की कभी കൂട്ടം, आराधना ഒരു नहीं. സമൂഹം നമ്മുടെ പിൻപിൽ ഉണ്ടായിരുന്നു. एक समूह हमारे पीछे है ജീവനെ സ്നേഹിക്കാത്ത, जो लोग अपने जीवन को प्राण नहीं करते थे. ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുത്തത്. परमेश्वर के राज्य के लिए उन लोगों ने कीमत പറയുകയാണ്, അവർ दिया. കുഞ്ഞാട് രക്തം ഹേതുവായിട്ടും ഞങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും സകലത്തിന്റെ മുകളിലും അവർ ജയമെടുത്തതാണ്. ममरे के लहू के कारण और अपने गवाही के वचन से उन लोगों ने जय അപ്പോൾ हुए. യേശുവിന്റെ രക്തം ജയം നൽകുന്ന രക്തമാണ്. यीशु मसीह का जो लहू है वो जय देने वाला लहू है. നമ്മുടെ വിഷയങ്ങളുടെ അകത്ത് ജയം നൽകുന്ന हमारे രക്തമാണ്. विषयों के ऊपर वो जय देने वाला लहू യേശുവിന്റെ है. രക്തത്തിന്റെ അകത്ത് ജയമുണ്ട്. उनके रक्त में से हमें जय प्राप्त നമ്മളെ होगा. ഉയർത്തുന്നതാണ് യേശുവിന്റെ രക്തം. हम जो ऊपर उठाते हैं वो यीशु मसीह का നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്നതാണ് യേശുവിന്റെ हमें രക്തം. ऊपर लेने वाला प्रभु का रक्त है. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. നമ്മൾ എത്ര സന്തോഷമായിട്ടാ ദൈവത്തെ ആരാധിക്കുന്നതില്ലേ? हम कितने खुश होकर प्रभु की आराधना करते കഴിഞ്ഞ हैं. ദിവസം
നമ്മുടെ ഹല്ലേലൂയ നവീൻ പാസ്റ്ററിനെ, ഹല്ലേലൂയ നവീൻ ഡിസൂസച്ചനെ രാജസ്ഥാനിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ചു. पिछले दिनों में नवीन डिसूजा नाम के सेवक को मैंने राजस्थान में कॉल करके बात की। നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ ചർച്ച വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. अब वैसे कुछ लोग जानते होंगे, यहाँ पे चर्च में आके हम उन लोगों ने എന്നോട് सेवा की। പറഞ്ഞു, പാസ്റ്റർ മീറ്റിംഗ് പോലും നടത്താൻ പറ്റുന്നില്ല, അതുപോലെ വിഷയങ്ങളാണ്. मुझसे उन्होंने ऐसे बोला कि मीटिंग भी पास्टर मैं नहीं क्रमा कर पा रहा हूँ, इतने प्रॉब्लम्स है मेरी जिंदगी में। CID-കൾ കറങ്ങി നടക്കുക. CIDs इधर उधर घूम रहे हैं। ഒരു വർഷമായിട്ട് അവരുടെ ചർച്ചിലകത്ത് ഒരു CID പെർമനന്റ് വന്നിരിക്കുകയാണ്. एक साल से उनके चर्च में एक CID निरंतर आके बैठे ചർച്ചിന്റെ उनके चर्च അകത്തുനിന്ന് में। വിശ്വാസികളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. चर्च के अंदर के जो लोग हैं उनमें से एक नेगेटिव चीज निकलने का वो इंतजार कर रहे हैं। അവർ പല വീടുകളിലും കയറി ഇറങ്ങി പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ക്വസ്റ്റ്യനും ഒരു ഹല്ലേലൂയ റീമാർക്ക് പോലും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. बहुत सारे घरों में वो जाके बात कर रहे हैं कि तुम्हारे पास्टर कैसे है, वो सब अच्छी बातें कर रहे हैं, मेरे पास्टर अच्छे हैं, तो वो लोग ऐसे बैठे हुए बिना किसी रिमार्क के। എന്നോട് പറഞ്ഞ് ചത്താലും കുഴപ്പമില്ല, ഇവിടെ സുവിശേഷം പറയും. तो वो ऐसे बोले वो व्यक्ति कि मैं मर गया तो भी कोई दिक्कत മരിക്കാൻ नहीं, വന്നത് यही പിന്നെന്തിനാ, सुविशेष बोलूंगा। കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാൻ വന്ന പിന്നെന്തിനാ പേടിക്കുന്നത്? परमेश्वर के लिए मरने के लिए मैं आया था, तो मैं क्यों डरूं? നമ്മൾ ഹല്ലേലൂയ ിക്കുന്നത് ഒരു ദൈവിക സമാധാനമാണ്. परमेश्वर के एक बच्चे के अंदर जब एक शुद्धिकरण होता है, उसके लहू हम अपने अंदर लेते हैं तो हमारे अंदर सुकून അനേക आता है। വിഷയങ്ങളിൽ കൂടി അനേക പ്രതിസന്ധികളിൽ കൂടി അനേക വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവ പൈതലോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, കാരണം കർത്താവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് എന്ന് പറയും. तो बहुत चीजों के बीच में से भी एक परमेश्वर का बच्चा जब जाता है, उससे पूछो तो वो यही बोलेगा मुझे कोई दिक्कत नहीं है, मेरे अंदर सुकून है परमेश्वर के अलावा। ലോകത്തിലുള്ള ജനം ഹല്ലേലൂയ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്ദയും പരിഹാസങ്ങളും തകർച്ചകളും വേദനകളും കടന്നു വരുമ്പോൾ അവർ ഹല്ലേലൂയ തന്റെ പ്രാണനെ ഹല്ലേലൂയ നാശത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ഒരു കഷ്ണം സൂയിസൈഡിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ വിഷത്തിന്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ഒരു കഷ്ണം കയറിന്റെ അകത്തേക്ക്, മരണത്തിലേക്ക് പുൽകുമ്പോൾ ദൈവത്തിന്റെ പൈതലിൽ ഒരു ദൈവമക്കളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം പറയുകയാണ്, എന്ത് വിഷയം വന്നാല് അവന്റെ രക്തം എനിക്ക് സമാധാനം നൽകുക. दुनिया के लोग जब भी हम उनसे पूछते हैं कि तुम्हें कोई तकलीफ है, तो वो जाके सुसाइड करने के लिए, मरने के लिए तैयार है, लेकिन परमेश्वर के अंदर जो एक बच्चा है वो हमेशा ये बोलता है कि उसके लहू से मुझे सुकून है। ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നതാണ് ദൈവിക സമാധാനം. परमेश्वर के बच्चे के अंदर वो देता है उसका समाधान, उसका വചനം सुकून। പറയുന്നു, ഇത് ലോകം തരുന്നത് പോലെയല്ല, वचन ऐसे कहता है कि ये दुनिया देने वाला नहीं है, ഞാൻ തരുന്നത് നിത്യ സമാധാനം. परमेश्वर जो देता है वो हमेशा हमेशा നമുക്ക് टिकने वाला सुकून ദൈവസന്നിധിയിൽ है। ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. उसकी सानिध्य में हम खड़े हो जाते हैं, ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. उसके हाथ में समर्पण करते हैं अपने നമ്മൾ आप को। ഒത്തിരി യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുകയാണെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ടുണ്ട്. प्रभु के लहू के बारे में अगर बात करेंगे तो बहुत चीजें शेयर करने के लिए है। നമ്മളെ കുറ്റമില്ലാത്ത രക്തമാണത്, उसका बिना गलती करने वाला खून, വിലയേറപ്പെട്ട രക്തമാണ്, वो बहुमूल्य खून है, നിഷ്കളങ്കമായ वो രക്തമാണ്, निष्कलंक खून है, നമ്മളെ രക്ഷിക്കുന്ന രക്തമാണ്, हमें रक्षा देने वाला നമുക്ക് खून है, ജയം നൽകുന്ന हमें രക്തമാണ്, जय देने वाला खून है, നമുക്ക് സമാധാനം നൽകുന്ന हमें सुकून രക്തമാണ്, देने वाला खून है, നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്, हमें छुटकारा देने वाला നമ്മളെ खून है, നീതീകരിക്കുന്ന രക്തമാണ്, हमें नीतिकरण करने वाला നമ്മളെ खून है, സമീപസ്ഥരാക്കുന്ന हमें രക്തമാണ്, उसके पास लेके जाने നമ്മുടെ वाला खून है, പാപത്തെ മോചിപ്പിക്കുന്ന हमारे രക്തമാണ്, पापों को मोचना देने നമ്മളെ वाला खून है, ശുദ്ധീകരിക്കുന്ന രക്തമാണ്, हमारे शुद्धिकरण करने वाला നമ്മുടെ खून है, പാപത്തിന് പ്രായശ്ചിത്തം നൽകുന്ന രക്തമാണ്, हमारे पापों को प्रायश्चित देने वाला खून है, ദൈവകോപത്തെ നമ്മളെ വിടിവിക്കുന്ന രക്തമാണ്, वो हमारे छुटकारा चंगा നമ്മളെ देने वाला വിലയ്ക്ക് खून है, വാങ്ങിയ രക്തമാണ്, हमें खरीदा हुआ खून है, പാരമ്പര്യങ്ങൾ നമ്മളെ വിടിവിക്കുന്ന രക്തമാണ്, पारंपरियों से हमें छुटकारा देने വിശുദ്ധ वाला खून है, മന്ദിരത്തിലേക്ക് പ്രവേശനം നൽകുന്ന उसके രക്തമാണ്, विशुद्ध मंदिर में हमें लेके जाने ഗുണകരമായി वाला खून है, സംസാരിക്കുന്ന രക്തമാണ്, हमारे से अच्छे बात करने वाला खून ആരാധനയ്ക്ക് है, യോഗ്യമാക്കുന്ന രക്തമാണ്, आराधना के लिए योग्य നമ്മുടെ बनाने वाला അങ്കിയെ खून है, വെളുപ്പിക്കുന്ന രക്തമാണ്, हमारे पापों को साफ നമ്മളെ करने वाला खून പുതിയ है, സൃഷ്ടിയാക്കുന്ന हमें രക്തമാണ്, नई सृष्टि बनाने वाला खून നമ്മളെ है, പുതിയ ഉടമ്പടിയിലേക്ക് ഇറക്കുന്ന രക്തമാണ്, हमें नए वादों में लेके നല്ല जाने वाला खून है, മനസാക്ഷി നൽകുന്ന രക്തമാണ്, हमें अच्छा मन देने നമ്മെ वाला खून है, ഉടമവസ്ഥ അവകാശം നൽകുന്ന രക്തമാണ്, हमें एक अधिकार देने वाला खून है, യേശു ക്രിസ്തുവിന്റെ കരപ്രസ്പർശനത്തെ നൽകുന്ന രക്തമാണ്. यीशु मसीह का हाथ हमारे ഇന്ന് ആ ऊपर रखने वाला രക്തത്തിന്റെ खून है, അടുക്കിലേക്ക് നമ്മൾ उस വന്നിരിക്കുന്നത്. खून के पास हम आ ആ जाते हैं, രക്തങ്ങളുടെ വിഷയങ്ങളുടെ മുകളിൽ വിടുതലുകളെ अपने അയക്കുകയാണ്. सारे
विषयों के ऊपर നിങ്ങളുടെ രോഗത്തിന് മേൽ വിടുതൽ അയക്കുകയാണ്. बीमारियों के ऊपर നിങ്ങളുടെ ശാപത്തെ അവൻ രക്തത്താൽ അഴിച്ചു മാറ്റുകയാണ്. നിങ്ങളുടെ നന്മകൾ തുറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒതുക്കിക്കളയുന്ന പൈശാചിക മണ്ഡലത്തെ അവൻ രക്തത്താൽ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയാണ്. अच्छाई को बंद करने वाला जो भी शैतानिक നിന്നെ ആരാധനയ്ക്ക് യോഗ്യനാക്കി മാറ്റുന്ന രക്തമാണ്. आराधना के लिए योग्य बनाने वाला खून, നിന്റെ എല്ലാ കുറവുകളെയും കഴുകുന്ന രക്തമാണ്. सारी कमियों को शुद्धिकरण करने നിന്നെ वाला खून, പരിശുദ്ധം ചെയ്യുന്ന രക്തമാണ്. शुद्धिकरण देने वाला खून है। ഓ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ ആശ തന്നോടെന്നും എന്നെ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴം കാക്ഷിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴം കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം കണ്ടഴിച്ചതാ. ഓ പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേവൻ കൂടെ വാഴാനിന്ന് സാധ്യമോ, പാർക്കുന്നേവൻ കൂടെ വാഴാനിന്നു സാധ്യമോ. എന്റെ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. രക്ഷിക്കുന്ന രക്തം, യേശുവിന്റെ രക്തം നമ്മളെ ഇന്ന് സകലത്തിന്റെ അകത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. സകല പാപത്തിന് സകല കുറവുകളിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത ദൈവത്തിന്റെ വിടുതലുകളെ നമ്മുടെ ജീവിതത്തിന് മുകളിൽ അയക്കുകയാണ്. നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ കഴുകുന്ന യേശുവിന്റെ രക്തം. കൈകളാത്തി പാർത്ത വിദ്യമാർപ്പിടം തന്നെ. ഓ വാണിടുവാൻ വാണിനായി ഞാൻ നോക്കി പാർക്കുന്നേ, ഓ വാണിടുവാൻ വാണിനായി ഞാൻ നോക്കി പാർക്കുന്നേ. ഓ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നത്. ചുടവരകല ധരവരകല ധരവരകല ധാര ധാര. ഓ യേശുവിനാ ജീവിക്കുന്നത്. നല്ലവനേ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ, അല്ലെങ്കിൽ പറഞ്ഞു വന്നു ചേർത്തിയോനെ. ഓ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ, ഓ തുല്യമില്ല മോഹത്തോടെ വീണകളെന്ത്, തുല്യമില്ല മോഹത്തോടെ വീണകളെന്ത്. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണി. യേശുവോട് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ചുടവരകല ധരക ധരക വൈഡ ധാര ധാര. ചുടാധരം ധരവല ധരവ രാജാരികൾ പൗഡ വൈഡനാഥരേ. ഓ ആശരാജാരികൾ പൗഡ രീജനാഥരേ, വൈഡനാഥരികൾ പൗഡ രീജനാഥരേ. ആശരാജാരികൾ പൗഡ മന്തൽ പൗഡനാ. ഓ ചുടവലവല ധരവലവല ധരവ ധരവ ധരം വൈഡ ധാര 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 ധാര. ചുടാധരം ധരവല ധരവ ധരക ധരക ധര. ചുടവലവല ധരവ 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 ധരവ. യേശുവിന്റെ തൊടുകയാ, നിന്റെ ഹൃദയത്തെ തൊടുകയാ ദൈവത്തിന്റെ രക്തം. യേശുവിന്റെ രക്തം നിഷ്കളങ്കമായ രക്തം, വിലയേറപ്പെട്ട രക്തം, വിലപിടിപ്പുള്ള രക്തം, നിനക്ക് വേണ്ടി യാഗമായി തീർന്ന രക്തം. ആ രക്തത്തിന്റെ യാഗത്തെ വിടുതൽ നടക്കുകയാ, സൗഖ്യങ്ങൾ നടക്കുകയാ, സൗഖ്യങ്ങൾ നടക്കുകയാ, ദുരാത്മാക്കൾ അഴിയുകയാ, പൈശാചിക മണ്ഡലങ്ങൾ അഴിയുകയാ. ചുടവരകല ധരവ 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 ധരവ.
വിടുതൽ വിടുതൽ നിന്റെ ഹൃദയത്തെ കലക്കിക്കളയുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒതുക്കിയത് പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ബന്ധിച്ച ചില പൈശാചിക മണ്ഡലത്തിന്റെ മുകളിൽ യേശുവിന്റെ രക്തം ഒഴുകുകയാ. അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. ഹൃദയം ശുദ്ധീകരിക്കട്ടെ, ഹൃദയം ശുദ്ധീകരിക്കട്ടെ. നിന്നെ കഴുകി വെടിപ്പാക്കുന്ന രക്തം. ओ झुडब धरव 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 भैड धार धार झुडाल लब्ध रवल धरग धार कट्ट 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 झुडब लवल धरव झुडाल रवल रवल धरव धार 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 ദൈവസഭയിൽ രക്തം ഒഴുകുകയാ. പൈശാചിക മണ്ഡലങ്ങൾ അഴിയുകയാ. പൈശാചിക മണ്ഡലങ്ങൾ നിഷ്കളങ്കമാക്കുന്ന യേശുവിന്റെ രക്തം, ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം, നിന്നെ വീണ്ടെടുക്കുന്ന യേശുവിന്റെ രക്തം, സമാധാനം നൽകുന്ന